കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണതിൽ അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. സീനിയർ ഡിവിഷണൽ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ക്ലോക്ക് ടവറിന്റെ ശേഷിക്കുന്ന ഭാഗം 2 ദിവസത്തിനകം പൊളിച്ചു നീക്കാൻ തീരുമാനമുണ്ട്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് 3 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഗുരുതരമായ വീഴ്ച ആരോപിച്ച് CPM കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ശരത് SS വിവരങ്ങൾ നൽകും. ശരത്, ഇപ്പോൾ എന്താണ് നമുക്ക് അറിയാനാകുന്നത്? ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഈ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ക്ലോക്ക് ടവർ വീഴാനായിരിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ അറിയാം. അത് പൊളിച്ചു മാറ്റാനുള്ള ആലോചനകളും ഒരു വശത്ത് നടന്നതാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ അത് തകർന്നു വീഴുന്ന സാഹചര്യം. അപ്പോൾ അത് തകർന്നു വീണത് എങ്ങോട്ടാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ മാത്രമല്ല ആ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരികയും ചെയ്തു. അപ്പോൾ ആ ട്രെയിൻ പിടിച്ചിട്ടതും എല്ലാം ആ വിഷയങ്ങളെല്ലാം കൂടിയാണോ ഇപ്പോൾ അന്വേഷണം നടത്താൻ പോകുന്നത്? ശരത്, അതായത് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണതിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു. മാത്രമല്ല പ്രാഥമികമായി അത്തരത്തിൽ വീഴ്ച കണ്ടെത്തുകയും ചെയ്തത്. അതായത് ഈ കെട്ടിടം തകർന്നു വീഴുന്നതിന് തൊട്ടു മുന്നെയാണ് അവിടെ ഒരു ട്രെയിൻ വന്നത്. അതായത് കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ അവിടെ വന്നു നിർത്തുന്നത്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് 3 മാസം മുന്നേ തന്നെ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. 4 മാസം മുന്നേ തന്നെ കെട്ടിടത്തിൽ വിള്ളൽ കണ്ടിരുന്നു. അങ്ങനെ അപകടാവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല. ആളുകൾക്ക് കടന്നു പോകുന്ന മറ്റും നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണം. അത്തരത്തിലുള്ള വീഴ്ച തന്നെ ഉണ്ടായി എന്നുള്ളതും വ്യക്തമാക്കുന്നതായിരുന്നു. ട്രെയിൻ അവിടെ വന്നത്. എന്തായാലും അത്തരത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ അന്വേഷണം വേണമെന്നുള്ളത് നേരത്തെ LDF-ന്റെയും UDF-ന്റെയും MLA-മാരടക്കം വ്യക്തമാക്കിയതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും റെയിൽവേ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് ആ കെട്ടിടത്തിന് നിലവിലെ അവസ്ഥ കൂടി കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആ അപകടാവസ്ഥയിലുണ്ടായിരുന്ന ശേഷിക്കുന്ന ഭാഗം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇന്നലെയും 2 ദിവസങ്ങളായി നടത്തിയ ശ്രമത്തിനൊടുവിലാണ് അപ്പോൾ കെട്ടിടം അപകടാവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഇപ്പം സമീപത്തെ മറ്റൊരു ക്ലോക്ക് ടവർ കൂടിയുണ്ട്, അതുകൂടി പൊളിക്കേണ്ടതുണ്ട്. അങ്ങനെ കെട്ടിടം പൂർണ്ണമായും, അതായത് 100 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണ്. ആ കെട്ടിടം പൂർണ്ണമായും പൊളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നേരത്തെ റിപ്പോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2ാമത്തെ ക്ലോക്ക് ടവറും ഉടൻ തന്നെ പൊളിക്കുന്ന നടപടികൾ ആരംഭിക്കും എന്നും മനസ്സിലാക്കുന്നു. ഒപ്പം അന്വേഷണം ഈ പറയുന്നത് പോലെ ഇതിൽ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. പ്രത്യേകിച്ച് ഈ ട്രെയിൻ എങ്ങനെ ആ ഭാഗത്തേക്ക് ആ കൃത്യസമയത്ത് എത്തി, മാത്രമല്ല റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഈ കെട്ടിടം പൊളിക്കുന്നതിൽ വൈകലുണ്ടായി. ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. പൈലിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതാണ്. ഈ കെട്ടിടത്തിൽ വിള്ളൽ വീഴാനടക്കം കാരണമായത് അടക്കമുള്ള പരാതികൾ ഉയരുന്നുണ്ട്. അത്തരത്തിൽ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനമടക്കം നേരത്തെ മുഹമ്മദ് റിയാസും ഒപ്പം കെ ജയന്ത് MLA അടക്കമുള്ള ആളുകൾ ഉയർത്തുകയും ചെയ്തതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് എന്തായാലും ഇപ്പോൾ റെയിൽവേ അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നത്. ട്രെയിനുകൾക്ക് നിയന്ത്രണമുണ്ടോ ശരത്? ഇപ്പോൾ ട്രാക്കുകളുടെ കാര്യത്തിൽ നിയന്ത്രണമുണ്ട് തോന്നുന്നു അല്ലേ? തീർച്ചയായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 ട്രാക്കുകളിലൂടെ ഈ ഘട്ടത്തിലും ട്രെയിനുകൾ നിലവിൽ കടന്നു പോകുന്ന സാഹചര്യമില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ന് തന്നെ 3ാമത്തെ ട്രാക്ക് കൂടി തുറന്നു നൽകാൻ വേണ്ടി സാധിക്കും. കാരണം ഈ കെട്ടിടത്തിന്റെ ശേഷിക്കുന്ന ഭാഗമായിരുന്നു നേരത്തെ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്നത്. അതുകൂടി ഇപ്പോൾ പൂർണ്ണമായും പരിഹരിച്ച സാഹചര്യത്തിൽ 2ാമത്തെ ട്രാക്കിൽ മാത്രം നിയന്ത്രണം വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. നിലവിൽ ഇപ്പോൾ 2-3 ട്രാക്കുകളിലൂടെ ട്രെയിൻ കടന്നു പോകുന്നില്ല. 1-4 ട്രാക്കുകളിലൂടെ മാത്രമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലൂടെ ട്രെയിനുകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പല ട്രെയിനുകളും സമയം തെറ്റി ഓടുന്ന പ്രതിസന്ധിയൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ 3ാമത്തെ ട്രാക്ക് കൂടി തുറന്നു നൽകിയേക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു. 2ാമത്തെ ട്രാക്ക് നിലവിൽ തുറന്നു നൽകാൻ കഴിയുന്ന സാഹചര്യമല്ല. ട്രാക്കിലേക്ക് ഉൾപ്പെടെ ഈ കെട്ടിടത്തിന്റെ മണ്ണും കല്ലും ഉൾപ്പെടെ വന്ന് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും മാറ്റിയ ശേഷം മാത്രമായിരിക്കും ഈ ഇത്തരത്തിൽ 2ാമത്തെ ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം സാധ്യമാവുകയുള്ളൂ. ശരി, ഏതായാലും ഒരു അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ശരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.